വാട്ട്സ്ആപ്പ് ഗൈസ്, സ്ട്രേഞ്ചർ ഹിയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എങ്ങനെ ഈ ടെയിലൈറ്റിൽ വെള്ളമിറങ്ങുന്ന ഇഷ്യൂ സോൾവ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഞാനിവിടെ കാണിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഞാൻ എന്തുകൊണ്ട് ഈ മെത്തേഡ് ചൂസ് ചെയ്തു, വേറെ എന്തൊക്കെ മെത്തേഡ് ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കാദ്യം ഈ ടെയിലൈറ്റ് അസംബ്ലി റിമൂവ് ചെയ്യണം. ഇത് അഴിക്കുന്നത് പൊതുവേ സിമ്പിളാണ്. നമ്മുടെ ഡിക്കി തുറക്കുമ്പോൾ നമുക്കിവിടെ സ്ക്രൂസ് കാണാൻ സാധിക്കും. ആ സ്ക്രൂസ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഈ ടെയിലൈറ്റ് അസംബ്ലി റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് പലരും ടെയിലൈറ്റിൻ്റെ താഴെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല. കാരണം വെള്ളം ഇറങ്ങുന്നത് തടയാതെ വെള്ളം പോകാനൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രൂസ് എല്ലാം ഇളക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ടെയിലൈറ്റ് അസംബ്ലി ഇളക്കാം. ഈ ടെയിലൈറ്റ് അസംബ്ലി ഇളകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അസംബ്ലി വലിച്ചങ്ങളി കളയരുത്. കാരണം ഇതിൻ്റെ പിറകിൽ ബൾബിനുള്ള കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ അസംബ്ലി ഇളക്കിയെടുക്കാൻ. നമുക്കിനി എവിടെ നിന്നാണ് വെള്ളം ലീക്കായി അകത്തേക്ക് കയറുന്നത് എന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, ഈ ഒരു ഭാഗത്തു നിന്നാണ് ലീക്ക് വരുന്നത്. ഇങ്ങനെ ലീക്ക് വരാൻ കാരണം വേറൊന്നുമല്ല, ഈ ഭാഗത്ത് സീൽ ഡാമേജ് ആയതുകൊണ്ടാണ്. ഇവിടെ എൻ്റെ കേസിൽ സീൽ ഡാമേജ് മാത്രമല്ല കാരണം, എൻ്റെ ടെയിലൈറ്റിൻ്റെ കവർ എങ്ങനെയോ പൊട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നറിയില്ല, ഒരു ചെറിയ പൊട്ടൽ അതിനുണ്ട്. അപ്പം അതും കൂടി കൊണ്ടാണ് എൻ്റെ ടെയിലൈറ്റിൽ വെള്ളം കൂടുതൽ ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് പൊട്ടൽ കാണാനുള്ള ചാൻസ് കുറവാണ്, സീൽ ഡാമേജ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ സീൽ ഡാമേജ് ഫിക്സ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി രണ്ട് രീതികളാണ് ഇതിനുള്ളത്. ഒന്ന്, ടെയിലൈറ്റിൻ്റെ കവർ ഹീറ്റ് ഗൺ വെച്ച് ചൂടാക്കി ഇളക്കിയതിന് ശേഷം ഓൾഡ് സീൽ റിമൂവ് ചെയ്തിട്ട് റീസീൽ ചെയ്യണം. എന്നാൽ ഇത് എല്ലാ വണ്ടികൾക്കും പറ്റില്ല. കാരണം ഇതുപോലുള്ള ടാപ്സ് വരുന്ന ടൈപ്പ് ടെയിലൈറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹീറ്റ് ഗൺ വെച്ച് ചൂടാക്കി ഇളക്കാൻ പറ്റൂ. അങ്ങനെ ടാപ്സ് ഇല്ലാത്തവയാണെങ്കിൽ അത് പ്ലാസ്റ്റിക് വെൽഡർ ആയിരിക്കും. അത് നമുക്ക് ഹീറ്റാക്കി ഇളക്കാൻ കഴിയില്ല. ഇനി ടെയിലൈറ്റ് ടാപ്സ് ഉള്ള ടൈപ്പ് ആണെങ്കിൽ നമുക്കൊരു ഹീറ്റ് ഗൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ഹെയർ ഡ്രയർ വെച്ചോ ഈ ടെയിലൈറ്റിൻ്റെ സീറ്റ്സ് ചൂടാക്കി ഈ കവർ ഇളക്കാൻ സാധിക്കും. എന്നാൽ എൻ്റെ കേസിൽ ടെയിലൈറ്റ്സ് പ്ലാസ്റ്റിക് വെൽഡറാണ്. സോ എനിക്ക് കവർ ഇളക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടെയിലൈറ്റ് സിലിക്കോൺ സിലിണ്ടർ ഉപയോഗിച്ച് സീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇത് സാധാരണ പെയിൻറ്റുകളിലും മറ്റൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ഗ്ലാസ് ഒട്ടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം 250 രൂപയാണ്. ഇതിൻ്റെ ചെറുതുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറുതുണ്ടെങ്കിൽ അത് വാങ്ങുന്നത് തന്നെയായിരിക്കും ലാഭം. നിങ്ങൾ ഈ വലിയ ടൈപ്പ് സിലിക്കോൺ സിലിണ്ടറാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ കൂടെ അതിൻ്റെ ഗണ്ണ് കൂടി വാങ്ങാൻ മറക്കരുത്. കാരണം ഈ ഗണ്ണുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാട്രിഡ്ജിൽ നിന്നും ഈ സീലൻ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാട്രിഡ്ജ് ഈ ഗണ്ണിൽ ലോഡ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന് ഏകദേശം 150 രൂപ എത്രയും കണ്ടേ വരുന്നുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ സീലൻ്റ് നമ്മുടെ സ്കിന്നിൽ പറ്റരുത്. കാരണം ഈ സിലിക്കോൺ സീലൻ്റ് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി സീലൻ്റ് അപ്ലൈ ചെയ്യാം. ഈ കവറും ബാക്ക് പാനലും ചേരുന്നൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് വേണം നമുക്ക് സീൽ ചെയ്യേണ്ടത്. സീലൻ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഈ സീൽ ചെയ്യേണ്ട ഏരിയ നല്ലതായി ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് സീലൻ്റ് അപ്ലൈ ചെയ്യാം. സീലൻ്റ് അപ്ലൈ ചെയ്യുന്ന ഏരിയയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പുറം ഇപ്പുറം ഒരു മാസ്കിംഗ് ടൈപ്പ് വെച്ച് ഒട്ടിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇത് സീൽ ചെയ്യാൻ സാധിക്കും. പൊതുവേ ഞാൻ ഇച്ചിരി മടിയനായതുകൊണ്ട് ഞാൻ അത്രയ്ക്കൊന്നും ഇവിടെ മെനക്കെടുന്നില്ല. സീലൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഗ്യാപ്പ് വരാതെ ഒരു ഒറ്റ ലൈൻ പോലെ വേണം അപ്ലൈ ചെയ്യാൻ. സീലൻ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചോ ഈ സീലൻ്റ് നല്ലപോലെ ഒന്ന് പരത്തി തേച്ച് പിടിപ്പിക്കണം. ഈ സമയത്ത് എങ്ങും ഗ്യാപ്പ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. സീലൻ്റ് ഒരുപാട് തിക്കാവാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് നേർത്തതാവാനും പാടില്ല. ഒരു മീഡിയം തിക്നെസ് സീലൻ്റിന് വേണം. കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ വൃത്തിയായി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സിലിക്കോൺ സീലൻ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവാൻ 27 മണിക്കൂർ എടുക്കും. അപ്പോൾ നമുക്കിന്ന് ക്യൂർ ആവാൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സീലൻ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്യാം. തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഈ ലൈറ്റ് അസംബ്ലി സീറ്റാകുന്ന ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാം.
തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ബൾബുകളുടെ ഹോൾഡറിൽ ഒരു റബ്ബർ സീൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യണം. കാരണം ഈ സീലിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതുവഴിയും വെള്ളം അകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഫിറ്റ് ചെയ്യാം. ബൾബ് ഇടുമ്പോൾ കറക്റ്റായിട്ട് ലോക്കായി എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ടൈലറ്റ് അസംബ്ലി പ്രോപ്പറായി സീറ്റായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ സ്ക്രൂ ഇടാവൂ. ഇവിടെയുള്ള പൊട്ടൽ ഞാനൊരു സൂപ്പർ ഗ്ലൂ വെച്ച് ചെറുതായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവിടെ നിന്ന് ലീക്കൊന്നും വരില്ല. നമുക്കിനി സ്ക്രൂ ടൈറ്റ് ചെയ്യാം. അങ്ങനെ അവസാനം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ലീക്ക് ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ലീക്കുള്ളത്. സോ ആ ഏരിയ എയിം ചെയ്താണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, അകത്ത് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല. നമ്മൾ നന്നായിട്ട് തന്നെ സീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനമായി ചെക്ക് ചെയ്യേണ്ട ഒന്നുകൂടിയുണ്ട്. നമ്മുടെ ലൈറ്റുകളെല്ലാം നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നത്. അപ്പോൾ എല്ലാം വർക്കിംഗ് ആണ്. നമ്മുടെ DIY നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. If so, give this video a thumbs up, and if you're not a subscriber, consider subscribing.